ചേട്ടാ ഈ കൈത്തറി ഗ്രാമം ഇത് തന്നെയല്ലേ? ആണോ? ഇത് കുറെ നാളായോ പണി തുടങ്ങിയിട്ട്? 1.5 കൊല്ലമായി. പണിയൊന്നും ആയില്ല അല്ലേ? ചേന്നമംഗലത്തെ കൈത്തറി ഗ്രാമം എന്നത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ദാ ഇവിടെയാണ്. 2022 മന്ത്രി പി രാജീവാണ് കൈത്തറി ഗ്രാമത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. അന്ന് മന്ത്രി പറഞ്ഞത് 2023 മെയ്യിൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ്. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ചേന്നമംഗലത്തെ കൈത്തറി ഗ്രാമത്തിന്റെ രൂപരേഖയാണിത്. പദ്ധതി പ്രഖ്യാപിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും നിലവിലെ സ്ഥിതി ഇങ്ങനെയാണ്. കെട്ടിട നിർമ്മാണമടക്കം ഇനിയും പൂർത്തിയായിട്ടില്ല. പ്രധാന കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചിട്ട് പോലുമില്ല. 10 കോടിയാണ് ചേന്നമംഗലത്തെ കൈത്തറി ഗ്രാമത്തിനായി ബജറ്റിൽ വകയിരുത്തിയത്. സർക്കാർ ഇതിനാവശ്യമായ ഫണ്ട് യഥാസമയം കൊടുക്കണം. എങ്കിൽ മാത്രമേ കൃത്യം ഈ കെട്ടിടം പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഇതുകൊണ്ട് എന്താണ് തൊഴിലാളിക്ക് പ്രയോജനം എന്നുള്ളത് ആരും പറയുന്നില്ല. ഇതായി കാണുന്ന പെരിയാറിന്റെ തീരത്തുകൂടി ബോട്ട് സർവീസ് ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടേക്കെത്തുന്ന വിനോദസഞ്ചാരികളെ നമ്മുടെ ഈ കൈത്തറി ഗ്രാമത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിലായിരുന്നു ഈ പദ്ധതി വിഭാവനം ചെയ്തത്. സംസ്ഥാനത്തെ മുഴുവൻ കൈത്തറി ഉൽപ്പന്നങ്ങളുടെയും ഹബ്ബാക്കി ചേന്നമംഗലത്തെ മാറ്റുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. വിൽപ്പനയ്ക്കും പ്രദർശനത്തിനുമായി എക്സിബിഷൻ സെന്റർ, ഡിസൈൻ സെന്റർ, കൺവെൻഷൻ ഹാൾ, തറികളും മറ്റും പ്രദർശിപ്പിക്കുന്ന വിപുലമായ മ്യൂസിയം, അങ്ങനെ വാഗ്ദാനങ്ങൾ നിരവധിയായിരുന്നു. വർഷങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നുവെന്നതാണ് ഉയരുന്ന വിമർശനം. പദ്ധതി നീണ്ടുപോകുന്നതോറും നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ വരും. ഒന്ന്. രണ്ടാമത് നമ്മൾ ഉദ്ദേശിച്ച ഇതുപോലെ നടന്നില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉദ്ദേശിച്ച ആ സമയത്ത് ലഭിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ തൊഴിലാളികളും ഇവർക്ക് പണി കൊടുക്കാനും മറ്റും അവരേതെങ്കിലും ആ തൊഴിൽ ദിനങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും. വലിയ അധ്വാനവും കുറഞ്ഞ കൂലിയും എന്ന പ്രതിസന്ധിയിലകപ്പെട്ട കൈത്തറി തൊഴിലാളികൾ നെയ്ത്ത് മേഖലയിൽ നിന്ന് അകലുകയാണ്. കൈത്തറി ഗ്രാമം പോലുള്ള പദ്ധതികൾ അതിവേഗം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മേഖലയ്ക്ക് ഉണർവേകണമെന്നതാണ് ഉയരുന്ന ആവശ്യം. പ്രളയത്തിൽ തകർന്നടിഞ്ഞ കൈത്തറി മേഖലയ്ക്ക് കൈത്താങ്ങാകാനാണ് ചേന്നമംഗലത്ത് കൈത്തറി ഗ്രാമം എന്ന ഈ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം മെയ്യിൽ യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞ പദ്ധതി സർക്കാർ മറന്നിട്ടില്ല എന്നത് മാത്രമാണ് ഏകാശ്വാസം. ഇപ്പോഴും ഈ കാണുന്ന സ്ട്രക്ചറുകൾക്കപ്പുറത്തേക്ക് പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.